എൻ്റെ പേര് ജസീമ. ഇതെൻ്റെ വീട്ടിലെ ഒരു ചെറിയ പച്ചക്കറിത്തോട്ടമാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ചെറിയ ചെറിയ ചട്ടികളിലാണ് നട്ടിരിക്കുന്നത്. അധികം ചിലവുകളൊന്നുമില്ല. വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റും കരിയിലയും കുറച്ച് മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ചട്ടികളൊക്കെ നിറച്ചിരിക്കുന്നത്. ഇത് പുതിനയിലയാണ്. നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുന്നതാണ്. ഒരു ചെറിയ കഷ്ണം പീടികയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇതേപോലെ കൊണ്ടുവന്നിട്ടാണ് ഈ ചട്ടിയിൽ വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ പിടിപ്പിച്ചെടുത്തത്. പ്രധാനമായിട്ട് ഇതിന് ചെയ്യണ ഒരു വളമുണ്ട്. അത് ഞാൻ വീട്ടിൽ റെഡിയാക്കുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ജൈവവളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ നമ്മുടെ വീട്ടിൽ നിന്ന് വെക്കുന്ന കഞ്ഞിവെള്ളം ഒരു കുപ്പിയിലെടുത്ത് വെച്ചിട്ട് അതിൽ പച്ചക്കറി വേസ്റ്റ്, മുരിങ്ങയില, മുട്ടത്തോട്, ഉള്ളിത്തോലി എല്ലാം ഇട്ട് ഒരു കഷ്ണം ശർക്കര ഇട്ട് ഒരാഴ്ച അടച്ചു വയ്ക്കും. ഒരാഴ്ച കഴിഞ്ഞ് അത് എടുത്തിട്ട് അരിച്ചെടുത്തിട്ട് 5 ഇരട്ടി വെള്ളം കൂട്ടി പച്ചക്കറികൾക്ക് നനച്ചു കൊടുക്കും. അതാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്ന ജൈവവളം. ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല, സാധാ പോലെ തന്നെയാണ്. നമ്മളിതിൽ ശർക്കര ഇടുന്നതുകൊണ്ട് ഇതിൽ പുഴുക്കളോ സ്മെല്ലോ ഒന്നും വരുന്നതായിരിക്കില്ല. ഇത് കുറേശ്ശെ ചെടികളുടെ ചോട്ടിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. നന്നായി കായകളുണ്ടാവും, കേടൊന്നും വരില്ല. അത് തളിച്ചു കൊടുത്ത പുഴുക്കൾ എന്നൊക്കെ ആക്രമണത്തിൽ നിന്ന് ചെടികളെ രക്ഷിക്കാൻ പറ്റും. നമ്മൾ ഈ ജൈവവളം ഒഴിക്കൽ തുടങ്ങിയ ശേഷമാണ് ഇങ്ങനെ തക്കാളിയൊക്കെ നിറയെ പൂവുണ്ടായി തക്കാളിയായി വരാൻ തുടങ്ങിയത്. ഉണ്ടാ എല്ലാ തക്കാളിയിലും നല്ല അത്യാവശ്യം തക്കാളിയുണ്ട്. മുളകൊക്കെ നല്ല ഭംഗിയിൽ മുളകും കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇത് കണ്ട ഈ വഴുതനങ്ങയൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിന് ഇലയ്ക്കൊന്നും ഒരു കേടുമില്ല, പുഴുക്കേടോ അങ്ങനെ ഇതൊന്നുമില്ല. ഞാൻ ഈ ജൈവവളത്തിൻ്റെ വെള്ളം ഒഴിച്ച് ഇതിനൊക്കെ തളിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇലയുടെ അടിയിലേക്കും മുകളിലേക്കൊക്കെ ആവണ വിധത്തിൽ. പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. നല്ല കീടനാശിനിയായിട്ട് നമുക്ക് ഒഴിക്കുക. ഇതിങ്ങനെ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് ഇലയ്ക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പുഴുക്കളോ വെള്ളീച്ച അങ്ങനെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ ചെടികളെ രക്ഷപ്പെടുത്താം. ഞങ്ങൾ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന ജൈവവളം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുപ്പിയിലിടുക. പച്ചക്കറി വേസ്റ്റും മുട്ടത്തോടും എല്ലാം ഇതിലേക്ക് ഉപയോഗിക്കുക. ഉള്ളിത്തൊലി എന്ത് വേസ്റ്റ് വന്നാലും ഉപയോഗിക്കാം. ഇത് നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചത് ഇതും ഇതിലേക്ക് ഒഴിക്കുക. ഇത് ശർക്കര ഇതൊന്നൊരു കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് സ്മെല്ലോ പുഴുക്കളോ ഒന്നും വരില്ല. ഇനി ഇത് അടച്ച് ഒരാഴ്ച ഇങ്ങനെ എടുത്ത് വയ്ക്കും. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എല്ലാം ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ട് അത് മൊത്തം വേസ്റ്റൊക്കെ അരിച്ചെടുത്തിട്ട് 5 ഇരട്ടി വെള്ളം ഉപയോഗിച്ച് നമ്മൾ പച്ചക്കറിക്ക് ജൈവവളമായിട്ട് ഉപയോഗിക്കും. ആണ് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് എടുത്ത വെള്ളം. ഇതിന് പ്രത്യേകിച്ച് മണോ പുഴുക്കളോ ഒന്നുമില്ല. ഇതിനി 5 ഇരട്ടി വെള്ളം ഉപയോഗിച്ച് നമുക്ക് ചെടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പച്ചക്കറികൾക്കും ചെടികൾക്കും ഉപയോഗിക്കാം. കണ്ട ഇത് നല്ല പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. നല്ല കീടനാശിനിയായിട്ട് നമുക്ക് ഒഴിക്കുക. ഇതിങ്ങനെ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് ഇലയ്ക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പുഴുക്കളോ വെള്ളീച്ച അങ്ങനെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ ചെടികളെ രക്ഷപ്പെടുത്താം.
നിങ്ങൾക്ക് എൻ്റെ പച്ചക്കറിത്തോട്ടം ഇഷ്ടമായില്ലേ? ഇത് നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അരമണിക്കൂർ രാവിലെ മാറ്റി വെച്ചാൽ നമുക്കും ഇതേപോലെ നല്ല പച്ചക്കറിയൊക്കെ, വിഷരഹിതമായ പച്ചക്കറിയൊക്കെ വീട്ടിൽ ആവശ്യത്തിന്